മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും ചേർന്ന് പോകുന്നത് ഒരു ബീച്ചിലോട്ടാണ്. അവിടെ വെച്ച് കണ്ണനാണെങ്കിൽ തന്റെ മനസ്സിൽ തീരുമാനങ്ങൾ തുറന്നു പറയുന്നു. പ്രതാപനെ തൽക്കാലം താൻ ശിക്ഷിക്കില്ല എന്നും അതുപോലെ അയാളുടെ ജീവനായിട്ടുള്ള മകളെ ടോർച്ചർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മഹി ചോദിക്കുന്നുണ്ട് എങ്ങനെയെന്ന്. അത് കമലേശ്വരൻ തറവാട്ടിലേക്ക് തന്നെയും അയാളെയും കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് അയാൾ ആഗ്രഹിച്ചത് തന്റെ മകളുടെ ദാസിയായിട്ട് വേണം താൻ അവിടെ തുടരാൻ എന്നാണ്. പക്ഷെ അത് നേരെ തിരിച്ചാവണം. ഞാൻ പറഞ്ഞത് മഹിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ കരുണ മഹി പറയുന്നതെല്ലാം അനുസരിക്കണം. അതുപോലെ ആയിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കണ്ണേട്ടൻ പറഞ്ഞാൽ താൻ എന്തും ചെയ്യുമെന്നിങ്ങനെ മഹി ഉറപ്പിച്ചു പറയുകയാണ്. പിന്നീട് കരുണയാണെങ്കിൽ തലങ്ങും വിലങ്ങും എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുമ്പോഴാണ് കണ്ണനും മഹിയും കാറിൽ വന്ന് ഇറങ്ങുന്നത്. ഓ, വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നു. ഈ സമയം ഉണ്ണിയെയും ദുർഗയെയും കണ്ണനും മഹിയും കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയോട് വെറുതെ ഇരിക്കാതെ ജോലിക്ക് പോവാനും മഞ്ജു പ്രഗ്നന്റ് ആയ കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നു. എന്തായാലും ആ വഴിയൊന്നും പോവരുത്. സ്വന്തം മകളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കും. സാഗറിന്റെ കുഞ്ഞാണല്ലോ വയറ്റിൽ കിടക്കുന്നത്. ഇനി എന്തായാലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ജീവശവം പോലെ കിടക്കുന്ന ആ മേഘനാഥനെ അവളുടെ തല്ലിൽ വെച്ച് കെട്ടാൻ നിങ്ങൾ ശ്രമിക്കരുതെന്നൊക്കെ പറയുമ്പോൾ നിന്റെ ഭാര്യയാണ് നിനക്കിപ്പോ ഉത്തമ. എല്ലാ സ്ത്രീകളും നിനക്കിപ്പോ വെറും മോശം പ്രവൃത്തി ചെയ്യുന്നവർ മാത്രമാണ്. പക്ഷെ നിന്റെ ഭാര്യ അവളാണല്ലോ നിന്റെ എല്ലാം. എന്തായാലും നിന്റെ ഭാര്യ അവൾക്ക് എന്തെങ്കിലും ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ ആര് ചെയ്താലാണ് കുഞ്ഞു പോവുക എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കണ്ണൻ പറയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട് എന്റെ വീട്ടിലുള്ള എന്റെ നാത്തൂനും ഏട്ടനും അമ്മയും എല്ലാവരും ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു. അവരെ ആരും ഇങ്ങോട്ട് അടുപ്പിക്കരുതെന്ന് സാഗർ പ്രത്യേകം പറയുന്നു. നമ്മുടെ കുഞ്ഞിനെ കളയാൻ അവർ മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തായാലും അവരെ അടുപ്പിക്കാൻ പോകുന്നില്ല. പിന്നെ അവിടേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം, ഏട്ടത്തിയും ഏട്ടനുമുള്ള സമയത്ത് മാത്രം പോയാൽ മതി എന്ന് സാഗർ മുൻകൂട്ടി പറയുമ്പോൾ അല്ലാതെ പിന്നെ ഞാൻ അവിടേക്ക് ആരെ കാണാൻ പോവാനാ? അല്ലെങ്കിലും അവിടെയുള്ളവർക്ക് ഏകദേശം ജയിലിൽ പോകാനുള്ള വകയൊക്കെ ഉണ്ടെന്ന് സാഗർ അറിയാതെ പറഞ്ഞു പോകുമ്പോൾ സാഗരേട്ടന് ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്നുമല്ല. കരുണയെടുത്തിയുടെ അച്ഛൻ വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് പോയപ്പോ തന്നെ എനിക്കും കണ്ടിട്ട് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അയാളൊരു ലോറി ഡ്രൈവർ ആയിരുന്നു. ഞങ്ങളുടെ അച്ഛനിൽ ലോറി ഇടിച്ചു കൊന്നത് അയാളാണെന്നൊരു ഡൗട്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ എന്തിനാ അയാളുടെ ദേഹത്ത് കയറിയതെന്നൊക്കെ പറഞ്ഞ് മഞ്ജു തന്റെ സംശയം മുന്നോട്ട് വെക്കുന്നു. സാഗർ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ കരുണയെ കാണാനായിട്ട് വരികയാണ്. കരുണ എവിടേക്ക് പോവാൻ റെഡിയാകുമ്പോ മഹി പറയുന്നുണ്ട് എവിടേക്കാ നീ പോകുന്നത്? ഞാൻ എവിടേക്ക് പോയാലും നിനക്കെന്താ? ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്നെ നിന്റെ അമ്മാവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു സത്യങ്ങൾ അറിഞ്ഞിട്ട്. അതിന്റെ പങ്കുപറ്റാനായിട്ട് നീ പോയല്ലേടി. പിന്നെ കണ്ണേട്ടൻ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നിന്റെ അച്ഛനെ ജയിലിൽ കയറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കണം. ഇതൊക്കെ കേട്ട് കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. നീ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നതെന്ന് കരുണ ചോദിക്കുമ്പോൾ നിന്നെ കൊണ്ട് നല്ലൊരു ഭാര്യയാകാനും വീട്ടമ്മയാകാനും കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ അച്ഛനും മുത്തശ്ശിയും വളർത്തി നാശാക്കി വെച്ചതല്ലേ. അതുകൊണ്ടേ ഇത് എന്റെ തീരുമാനമല്ല, കണ്ണേട്ടന്റെ തീരുമാനമാണ്. ഇത് അനുസരിച്ച് നീ നിന്നില്ലെങ്കിൽ പിന്നെ കണ്ണേട്ടൻ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുക എന്ന് കരുണയോട് പറയുമ്പോൾ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ കരുണയെ നേരെ അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ വെച്ച് ചായ ഇടാനൊക്കെ പഠിപ്പിക്കുകയാണ്. ആദ്യം കണ്ണേട്ടന് കൊണ്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കരുണ ആദ്യം കണ്ണന് ചായയുമായിട്ട് പോവുകയാണ്. ഓ, ചായയൊക്കെ ഇടാൻ പഠിച്ചോ? ആരെ പഠിപ്പിച്ചേ? നിന്റെ ചേച്ചിയാണെന്ന് ചോദിക്കുമ്പോ ലക്ഷ്മി പറഞ്ഞതുപോലെയാ ഞാൻ ചായയൊക്കെ ഇട്ടത്. ഇനി എന്റെ ഭാര്യ പറയുന്നത് പോലെ കേട്ടോളണം, അല്ലെങ്കിലേ ആകെ പണി പാളും. നിന്റെ അച്ഛനുണ്ടാക്കി വെച്ച സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തികയില്ല കേസ് വാദിക്കാനായിട്ട് നഷ്ടപരിഹാരമായിട്ടും. അതുകൊണ്ടേ അച്ഛനുണ്ടാക്കി വെച്ച എല്ലാ പുകിലുകൾക്കും മകളാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നു. കേട്ടോടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കണ്ണൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് തന്നെ നേരെ ചായയുമായിട്ട് ഉണ്ണിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഉണ്ണിയാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് ആകെ ഷോക്കാവുകയാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും കരുണ ഒരു ഗ്ലാസ് ചായ പോലും സ്വന്തമായിട്ട് ഉണ്ണിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇത് ഏട്ടത്തി ഉണ്ടാക്കി തന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഇതൊന്ന് കുടിക്കും, ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണെന്ന് പറഞ്ഞ് കരുണ ഉണ്ണിയെ കൊണ്ട് അത് കുടിപ്പിക്കുന്നു. കൊള്ളാം, എന്നാലും നന്നായിട്ടുണ്ടെന്ന് പറയണ്ട. അതേന്നേ, കൊള്ളാന്നേ. അല്ല, എന്തുകൊണ്ടാ അടുക്കളയിലേക്ക് കയറിയത്? പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ കയറില്ലല്ലോ. അതൊക്കെ നിങ്ങൾ വഴിയെ അറിഞ്ഞോളും എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഉണ്ണിക്കാണെങ്കിൽ ആകെ ഡൗട്ട് തോന്നുകയാണ്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ തന്നെ മുത്തശ്ശിയെ കരുണ വിളിച്ച് പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ ഒന്ന് കൊടുത്തുകൊണ്ട് പറയുകയാണ്
ഇത് നോക്കടാ, നീ കാരണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. നീ ആ വാമദേവനും കൂടി ചേർന്ന് ഉണ്ടാക്കിയതൊക്കെ തന്നെ എന്റെ മകളുടെ ജീവിതമാണ് നശിപ്പിക്കാനായിട്ട് പോകുന്നത്. അവളെ ഇപ്പൊ ഒരു വീട്ടുവേലക്കാരിയാക്കിയിരിക്കുക ആ മഹാലക്ഷ്മി എന്നൊക്കെ പറയുമ്പോ അമ്മ അത് സത്യം തന്നെയാണ് പറയുന്നത്. അതേടാ, സത്യം തന്നെയാണ്. മോള് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ദുർഗയോട് വിളിച്ചു ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായത്. നോക്ക്, ആ കണ്ണൻ നടക്കാൻ കൂടി തുടങ്ങിയ നമ്മുടെ മോളുടെ കാര്യം കഷ്ടത്തിലാകും. നീയൊക്കെ കൂടി എന്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കരുണയെ അടുക്കളയിൽ കറി വെക്കാനും മറ്റും തകൃതമായി തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മി. നാളെ മുതൽ നീ ആയിരിക്കണം ഇവിടെ എല്ലാ പാചകങ്ങളും ചെയ്യേണ്ടതെന്നും എല്ലാത്തിന്റെയും അളവും കാര്യങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞു തരാം എന്നൊക്കെ പറയുമ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാ അനന്തുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതെന്ന്. ഞാൻ അവിടേക്ക് പോയാലും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ വിളിച്ചന്വേഷിക്കും. ഇനി നീ ആയിരിക്കണം ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. പിന്നെ പാചകം പഠിക്കേണ്ടത് വലിയൊരു കടമ്പയായിട്ടൊന്നും കാണണ്ട, അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് കരുണയെ എല്ലാ പണികളും മഹി ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നീട് റൂമിലേക്ക് ചെന്ന മഹിയാണെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ എഴുതി കൊടുക്കുകയാണ്, അതായത് ഓരോ ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടേന്ന്. ഇത് കണ്ടുകൊണ്ട് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. താൻ എന്താണോ ചെയ്യുന്നത്? കരുണയ്ക്ക് ഇപ്പൊ നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. അവൾക്കാർക്കും മനസ്സിലാവുന്നില്ല ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന്. പക്ഷെ എനിക്ക് കുറ്റബോധം തോന്നുന്നില്ല കണ്ണേട്ടാ, കാരണം ഇത് അവളുടെ ഭാവിയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആടോ, മാത്രല്ല ചായയുമായിട്ട് വന്നപ്പോ ഞാനും ഒന്ന് ഭീഷണിപ്പെടുത്തി വിട്ടിട്ടുണ്ട്, അതിന്റെയൊക്കെ ടെൻഷൻ അവളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ മഹിയെ സമാധാനിപ്പിക്കുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡ്സിനായിട്ട്. ബൈ.